നമ്മുടെ IRCTC ഷിപ്പ് ടിക്കറ്റിംഗ് ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇൻഫൻറ്റ് ടിക്കറ്റ് എങ്ങനെയാണ് അടിക്കുന്നത്, പെർമിറ്റ് ഹോൾഡർ ടിക്കറ്റിൽ എങ്ങനെയാണ് ആളെ ചേർക്കുന്നത്, ടിക്കറ്റ് റിലീസാവുന്ന ടൈമിൽ തന്നെ തീർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്, ഹാക്ക് ചെയ്യാൻ പറ്റുമോ, പിന്നെ ഒരേ ഐഡിയും പാസ്വേഡും 3-4 പേർക്ക് കൊടുത്ത് ടിക്കറ്റ് അടിക്കാൻ ശ്രമിച്ച അതിവിദഗ്ധന്മാർ വരെ ഉണ്ട്. സെഷൻ കോൺഫ്ലിക്റ്റ് ആവും, നിങ്ങൾക്ക് അങ്ങനെ ടിക്കറ്റ് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനത്തെ അതിബുദ്ധിയൊന്നും ആരും കാണിക്കരുത്. ഹാക്കിങ്ങിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞാനത് ഹാക്കിംഗ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആർക്കെങ്കിലും സ്പീഡിൽ കയറി ടിക്കറ്റ് അടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ സ്കില്ലാണ്. പണി അറിയാവുന്നവർ IRCTC എന്നല്ല ISRO വന്ന് ടിക്കറ്റ് അടിക്കുന്ന ആപ്പ് നിർമ്മിച്ചാലും അതിൽ കയറി ടിക്കറ്റ് അടിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണം. പിന്നെ കഴിഞ്ഞ 2-3 ഷിപ്പിന് ടിക്കറ്റ് അടിച്ചവർക്ക് മനസ്സിലാവും, ലോഡ്, കോൺഫ്ലിക്റ്റ്, ഗേറ്റ്വേ ഇഷ്യൂ എല്ലാം ഉണ്ടാവും. 200 പേർക്ക് റിലീസാവുന്ന ടിക്കറ്റിൽ 2000 പേര് ടിക്കറ്റ് അടിക്കുമ്പോൾ അതിൻ്റേതായ ഇഷ്യൂസ് ആപ്പിൽ പ്രതിഫലിക്കും. അതിന് ഏത് ആന സെർവർ കൊണ്ടെന്ന് വെച്ചാലും ശരി തന്നെ. നിലവിൽ വെബ്സൈറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? കിട്ടുന്ന ഐഡിയിൽ നിന്ന് കയറി അതിനകത്തുള്ള പാസഞ്ചർ ലിസ്റ്റിലുള്ള പേരിൽ ടിക്കറ്റ് അടിക്കും. എന്നിട്ട് സാഹചര്യങ്ങളൊക്കെ ശാന്തമായി വരുമ്പോൾ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ആളുടെ പേരിലേക്ക് മാറ്റിയടിക്കും. അല്ലെങ്കിൽ ആ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വയ്ക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം ആവുകയുള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് ഈ ടിക്കറ്റിംഗ് ആപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ആശങ്കകൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞുതരാം. ഓക്കെ.